ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ റൂം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ അത് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാനിത് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇട്ടതാണ്. പിന്നെ അപ്പം ഇന്ന് ഞാൻ റൂം ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം ഞാൻ മാറാലൊക്കെ തട്ടാൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കണത്. ചെറുതായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അധികമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറാലുണ്ട്. പിന്നെ കർട്ടന് ഊരിക്കൊണ്ടിരിക്കുക കേട്ടോ. അതും അത്യാവശ്യം ചളിയുണ്ട്. ഉള്ളിലത്തെ ആ തുണിയിൽ നല്ല ചളിയുണ്ട്. അപ്പോൾ അത് തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഊരി എടുക്കുകയാണ്. പിന്നെ റൂമിൽ നല്ല വെളിച്ചമുണ്ടാവും കർട്ടൻ ഉണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു തുണി ഞാൻ കെട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ഉള്ളിന് സർഫിലൊക്കെ ഇട്ട് തിരുമ്പിയിട്ടുള്ളൂ ഞാനിത് കർട്ടനൊക്കെ ഇടുക. പിന്നെ ഞങ്ങൾ ഈ റൂമിൽ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ മക്കളതും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു വീട്ടിൽ കഴിയേണ്ട ഫാമിലി അല്ലേ, ഇപ്പോൾ ഒരു കുടുംബമായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റൂമിൽ കഴിയാന്ന് അറിയുമ്പോൾ അത്യാവശ്യം അതിൽ റൂം ഫുള്ളായിട്ട് ഞങ്ങളെ സാധനങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്കൂറ്റ് സാധാ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഡ്രസ്സും കാര്യങ്ങളും പിന്നെ എല്ലാതും ഈ റൂമിൽ ഒതുങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാധനങ്ങൾ ഉണ്ട് റൂമിൽ. പിന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേ കമ്പിമ്മ ഉണ്ടാവും, പിന്നെ ആങ്കറിലുണ്ടാവും, കബോർഡിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പിമ്മുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇസുവിൻ്റെ ഡ്രസ്സ് ഒരു സൈഡിൽ ഇൻ്റെത് പിന്നെ പുതപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കും. പക്ഷേ കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളത് ഉണ്ടാവുക. പിന്നെ അപ്പോൾ ഞാൻ ഇസുവിൻ്റെ വേറെ എൻ്റെ വേറെ അതേപോലെ കുട്ടീൻ്റെ ചെറിയ ബാസ്ക്കറ്റും കാര്യങ്ങളും ഉണ്ട്, അതിൽ വെക്കും. പുതപ്പും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെക്കും. പക്ഷേ ഓന് മദ്രസക്കും സ്കൂൾക്കൊക്കെ പോണ സമയത്ത് അത് അവിടേക്കും ഇവിടേക്കൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ കുട്ടി തൊട്ടി കിടക്കുന്ന ചിലപ്പോൾ ഊഞ്ഞാലാടും. അപ്പോൾ അതുകൊണ്ട് ആ കമ്പിമുള്ള തുണികളൊക്കെ നിലത്ത് വീഴും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും വൃത്തിയായിട്ടുണ്ടാകും റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ശരിയാക്കി വെച്ച് കഴിഞ്ഞാലും. പിന്നെ പുതപ്പും ഒക്കെ നമ്മൾ ബെഡിൽ തന്നെ നിവർത്തി വിരിച്ച് കഴിഞ്ഞാലും കുറച്ച് അതൊക്കെ പിന്നെ മക്കൾ അതൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടാവും. കമ്പിമ്മയാണെങ്കിൽ പോലെ അത് ഊഞ്ഞാലാടുന്ന സമയത്ത് മാത്രം ഒന്ന് നിലത്ത് വീണാൽ ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ബെഡിൽ ഞാൻ പുതപ്പും കാര്യങ്ങളൊന്നും വെക്കലില്ല. ഒക്കെ കമ്പിമ്മക്ക് തന്നെയാണ് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കൽ. ബെഡിൽ ബെഡ് ഒഴിച്ചിടലാണ്. തലക്കിണിയും മാത്രം തന്നെയുള്ള ബെഡിലുണ്ടാവുക. ഹെസമോള് 2 ആളെ ഞാൻ ഹാളിൽ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. റൂമിൻ്റെ ഡോർ അടച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എന്തിനോ വേണ്ടി ഞാൻ ഡോറ് തുറന്നപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഓരോ സാധനങ്ങൾ ഓള് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാട്ടോ. മറ്റേത് ഞാനൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് ഒക്കെ ശരിയാക്കി വെക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമുള്ളൂ ഉണ്ടായിരുന്നത്. വളരെ 2 ആളെയും സേഫായിട്ട് ഹാളിൽ ഇരുത്തിയിരിക്കുന്നു ഇതിന് കളിച്ചാൻ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ അങ്ങനെ ജനലിക്ക് അതിന് കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ വെക്കലുണ്ട് കവറും കാര്യങ്ങളും ഒക്കെ. പിന്നെ കുട്ടീൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ചെറുത്ത് ഞാൻ ആ ബാസ്ക്കറ്റിൽ ഇടും. അതേപോലെ ഇസുവിൻ്റെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ വീട്ടിൽ കൂടെ ഇട്ടുന്ന ഡ്രസ്സ് ഞാൻ ഒരു ബക്കറ്റിൽ, എനിക്ക് മദ്രസിന് കിട്ടിയ ബക്കറ്റാട്ടോ അത്. അപ്പോൾ അതെനിക്ക് തിരുമ്പ എടുക്കാനോ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മദ്രസിന് നബിദിനത്തിന് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൻ്റെ അതുകൾ ഞാൻ അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു അയലുണ്ട് കേട്ടോ. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ എത്ര തുണികൾ ഉണങ്ങും ഇരിക്കൊന്നും ചെയ്യൂല. അപ്പോൾ ഞാൻ റൂമിൽ തന്നെ ഒരു അയലും കെട്ടിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് വൃത്തികേടാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരികയും ചെയ്യും. അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. പക്ഷേ നമുക്ക് റൂമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ഇരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ എത്ര മഴ പുറത്ത് പെയ്യിരിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും റൂമിൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ റൂമിലൊരു അയൽ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ സൈഡും അടിച്ചു വാരി അപ്പോൾ മറലൊക്കെ തട്ടി റൂമൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പിന്നെ
ഇനി തുടച്ചാൽ മതി. അധികം റൂമിൽ മറല്ലേ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒതുക്കി വെക്കലാണ് കൂടുതൽ മെയിനായിട്ട്. അപ്പോൾ ഇനി അടിച്ചു വരലൊരു വിധം കഴിഞ്ഞ് ഇനി തുടക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റൂമിൻ്റെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ അത്രയും പെർഫെക്റ്റായിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് ഞാൻ റൂം പിന്നെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്നുമല്ല, പൊടിയും കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്രയും നീറ്റായിട്ടുള്ളൂ ഞാൻ ചെയ്യൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.